ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത്രയും ധൃതിയില് ഇത് ചെയ്യണോ അച്ഛാ? ഒന്നുകൂടി ആലോചിച്ചിട്ട് ചെയ്താ പോരെ? അല്ല മോളെ, തുമ്പിമോള് പറയുന്നതിൽ കാര്യമുണ്ട്. ഇതിവിടെ സുരക്ഷിതമല്ല. തുമ്പിമോളുടെ ബാങ്ക് ലോക്കറിൽ കൊണ്ടുവച്ചാ നമുക്ക് പിന്നെ സമാധാനം ഇരിക്കാലോ. ആ നരി ഏത് നിമിഷവും നമ്മുടെ മുന്നിലേക്ക് വരും. എന്തായാലും അവര് വരുന്നില്ലല്ലോ. അപ്പോ കാറിൽ സ്ഥലമുള്ളതുകൊണ്ട് ചിന്നുവിനെയും കൂടെ കൊണ്ടുപോയിക്കൂടെ? അപ്പോ അമ്മ ഇവിടെ ഒറ്റയ്ക്കാവില്ലേ? അത് സാരമില്ലെന്ന് അമ്മ തന്നെ പറഞ്ഞല്ലോ. പിന്നെ ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. എങ്കിലും അവള് വരണ്ട. ഇപ്പൊ തന്നെ അവക്ക് അഹങ്കാരം കുറച്ച് കൂടുതലാ. ഇനി പോകുന്നിടത്തൊക്കെ കൂടെ കൊണ്ടുപോയാ ആ അഹങ്കാരം കുറച്ചുകൂടെ അങ്ങ് കൂടും. അതാ ഞാൻ അന്നേ വേണ്ടാന്ന് പറഞ്ഞത്. നിനക്ക് അവളോടുള്ള ദേഷ്യമൊക്കെ മാറ്റിവെച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ കുട്ടിയെ മാത്രം കൊണ്ടുപോകാതിരിക്കുമ്പോ അവക്ക് മനോവിഷമം ഉണ്ടാവും. ഉണ്ടാവട്ടെ. അങ്ങനെ ഒരാളെ വിഷമിപ്പിച്ചിട്ട് ഏതു പൂജ ചെയ്തു എന്ന് പറഞ്ഞാലും അതിന് നീ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടില്ല. അതെ, അവക്കും അത്യാവശ്യം പൂജയും മന്ത്രങ്ങളൊക്കെ അറിയാവുന്നതാ. എന്ത് നേർച്ചയ്ക്കാണ് നീ പൂജ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. നീ ഉദ്ദേശിച്ച ഫലം കിട്ടണമെങ്കിൽ അവളെയും കൂടെ കൊണ്ടുപോകണമെന്നാ എന്റെ മനസ്സ് പറയുന്നത്. ഒരാളും കൂടി വന്ന ആ ഒരാളുടെ പ്രാർത്ഥന കൂടി പൂജയ്ക്കുണ്ടാവില്ലേ? നീ ഒന്ന് ആലോചിച്ചു നോക്കി. ഈശ്വര കടാക്ഷമുള്ള കുട്ടിയാ ചിന്നു. അവളും കൂടി വരുന്നത് നമുക്ക് ഗുണമേ ചെയ്യൂ. മതി ജയേട്ട. അവളെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി ഇനി നിങ്ങൾ അവളെ ദേവതയാക്കണ്ട. എനിക്കൊരു താല്പര്യമില്ല. എന്നാലും ജയേട്ടൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അവള് വരുന്നെങ്കി വരട്ടെ. രമേ, നീ അധികം ടാബൊന്നും നോക്കണ്ട. മൈഗ്രെയിനൊക്കെ ഉള്ളതല്ലേ? ജയേട്ടൻ വന്ന കാര്യം നടന്ന സ്ഥിതിക്ക് ഇനി വേറെ സംസാരത്തിലേക്കൊക്കെ പോണോ? ശരി. എന്ത് ചെയ്താലും അവസാനം കൊണ്ടേ കൊളാക്കൂല്ലേ? അതെ, ഞാൻ പറഞ്ഞു പഠിപ്പിച്ചത് മാത്രം പറയാനല്ലേ പറഞ്ഞത്. പിന്നെ എന്തിനാ കൈ നേടാൻ പോയത്? എടാ, എന്റെ വകയും കൂടെ കിടക്കട്ടെ എന്ന് കരുതി. അത് പിന്നെ അമ്മയ്ക്ക് മനസ്സിലാവാത്തോണ്ട് അത് സാരമില്ല. നീ വാ. ഹലോ ചേച്ചി, എവിടെയാണ്? ഒരു വിവരം ഇല്ലല്ലോ. മണിമാലയ്ക്ക് വേണ്ടിയുള്ള നെട്ടോട്ടം അല്ലേ ചേച്ചി? കുറെ ആയല്ലോ നീ ഇങ്ങനെ ഓടുന്നത്. നീ ക്ഷീണിക്കുന്നതല്ലാതെ മണിമാലയെ കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ. അത് കിട്ടാനുള്ളതൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞു ചേച്ചി. അതിപ്പോ എന്റെ അഭിമാന പ്രശ്നം കൂടിയായില്ലേ? ഞാനും എന്റെ വഴിക്ക് ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നാളെ ഒരു ക്ഷേത്ര ദർശനമുണ്ട്. നീയും കൂടെ വാ. വന്ന് മണിമാല കിട്ടാനായിട്ട് പ്രാർത്ഥിക്ക്. ഇനി നിന്റെ പ്രാർത്ഥനയാണോ ഈശ്വരൻ കേൾക്കുന്നതെന്ന് അറിയാൻ കഴിയില്ലല്ലോ. വരാം ചേച്ചി, ഉറപ്പായി വരാം. ഇനി എന്റെ പ്രാർത്ഥനയുടെ കുറവുകൊണ്ടാണെങ്കിൽ ആ ഒരു കുറവ് വേണ്ട. നിന്നെക്കൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന് കരുതിയാ ഇത്രയും നാളും ഞാൻ ഇങ്ങനെ മിണ്ടാതിരുന്നത്. ഇനി ഈശ്വരന് മാത്രമേ രക്ഷിക്കാൻ പറ്റൂ. അങ്ങനെയല്ല ചേച്ചി. ചേച്ചി നോക്കിക്കോ,
ഞാൻ മുഖാന്തരമായിരിക്കും ചേച്ചിക്ക് ആ മണിമാല കിട്ടുന്നത്. ഞാനൊരു സത്യം പറയട്ടെ, എനിക്കിപ്പോ നിന്നെ അങ്ങ് തീരെ വിശ്വാസമേ ഇല്ല. ഇത് കേൾക്കുമ്പോ നിനക്ക് നന്നായിട്ട് ദേഷ്യം വരുമെന്ന് എനിക്കറിയാം. എന്റെ ഈ മനോഭാവം നീ ഒന്ന് മാറ്റാൻ ശ്രമിക്കേ. അതിനെന്താ ചെയ്യേണ്ടതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. മണിമാല ആ മുതല് എന്റെ കയ്യിലേക്ക് നീ കൊണ്ടുവന്ന് തരണം. അപ്പോ എനിക്ക് നിന്നെ നല്ല വിശ്വാസം വരും. ആ എന്നാ ശരി. അപ്പോ നാളത്തെ കാര്യം നീ മറക്കണ്ട. ശരി ചേച്ചി. ഛേ. ഇത്രയും ധൃതിയില് ഇത് ചെയ്യണോ അച്ഛാ? ഒന്നുകൂടി ആലോചിച്ചിട്ട് ചെയ്താ പോരെ? അല്ല മോളെ, തുമ്പിമോള് പറയുന്നതിൽ കാര്യമുണ്ട്. ഇതിവിടെ സുരക്ഷിതമല്ല. തുമ്പിമോളുടെ ബാങ്ക് ലോക്കറിൽ കൊണ്ടുവച്ചാ നമുക്ക് പിന്നെ സമാധാനം ഇരിക്കാലോ. ആ നരി ഏത് നിമിഷവും നമ്മുടെ മുന്നിലേക്ക് വരും. നമ്മുടെ കയ്യിൽ മണിമാല ഇല്ലെന്നറിഞ്ഞാ അവൻ നമ്മളെ ചിലപ്പം വെറുതെ വിട്ടാലോ. അതുകൊണ്ട് മോളെ നികത്താ, ഞാനൊരു തുമ്പിമോളെ ഏൽപ്പിക്കാം. മോളെ നികത്താ.